നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ദുബായ് ഉപഭരണാധികാരിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം അന്തരിച്ചു. 75 വയസ്സായിരുന്നു. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് ബിൻ അൽ മക്തൂമിന്റെ സഹോദരനാണ്. UAE സ്ഥാപിതമായ 1971 മുതൽ ധനകാര്യ മന്ത്രിസ്ഥാനം വഹിച്ചു വരികയായിരുന്നു. സാമ്പത്തിക നയങ്ങളും സർക്കാർ ചിലവുകളും വികസിപ്പിച്ചെടുക്കുന്നതിൽ അദ്ദേഹം ഒഴിച്ചുകൂടാനാകാത്ത പങ്ക് വഹിച്ചിരുന്നു. ഷെയ്ഖ് മുഹമ്മദാണ് വിയോഗ വാർത്ത രാവിലെ ലോകത്തെ അറിയിച്ചത്. 10 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അനുശോചന സൂചകമായി ദുബായിൽ ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഗവൺമെന്റ് വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും വ്യാഴാഴ്ച മുതൽ 3 ദിവസത്തെ അവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒമാനിൽ 836 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 1,52,364 ആയിരിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4 കോവിഡ് മരണങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ ഒമാനിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം 1633 ആയിരിക്കുന്നു. 1,39,846 പേര് ഇതുവരെ രോഗമുക്തരായി. 92% രാജ്യത്തെ ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. സൗദി അറേബ്യയിൽ 410 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നു. 366 പേർ രോഗമുക്തി നേടി. രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി 5 പേർ മരിച്ചു. ഇതുവരെ രാജ്യത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,85,834 ആയിരിക്കുന്നു. ഇവരിൽ 3,75,165 പേർക്കും രോഗം ഭേദമായി. ആകെ മരണസംഖ്യ 6,618 ആയിരിക്കുന്നു. രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി 4,051 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. ഇവരിൽ 617 പേരുടെ നില ഗുരുതരമാണ്. ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. UAE 2,172 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 2,348 പേർ രോഗമുക്തി നേടിയപ്പോൾ പുതുതായി 6 മരണങ്ങൾ കൂടി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ കോവിഡ് രോഗികളെ കണ്ടെത്തിയത്. ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് 4,44,398 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ഇവരിൽ 4,27,188 പേരാണ് ഇതിനോടകം തന്നെ രോഗമുക്തരായത്. UAE 5 മേഖലകളിൽ ജോലി ചെയ്യുന്ന വാക്സിൻ എടുക്കാത്ത മുഴുവൻ തൊഴിലാളികൾക്കും 2 ആഴ്ചയിലൊരിക്കൽ കോവിഡ് പരിശോധന നിർബന്ധമാക്കി. ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഗതാഗതം, ആരോഗ്യം എന്നീ മേഖലയിലുള്ളവർക്കും ബാർബർ ഷോപ്പുകൾ, ബ്യൂട്ടി സലൂണുകൾ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമാണ് നിയമം ബാധകമാക്കുക. ഉത്തരവ് മാർച്ച് 28 മുതൽ നിലവിൽ വരും. കുവൈറ്റിൽ ശക്തമായ പൊടിക്കാറ്റ്. സാരായത്ത് സീസണിൽ മുന്നോടിയായിട്ടാണ് രാജ്യത്ത് ഇന്ന് ശക്തമായ പൊടിക്കാറ്റ് വീശിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ മുഹമ്മദ് കരീം വ്യക്തമാക്കി. മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റിലൂടെ രാജ്യത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും പൊടി വ്യാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുമൂലം ദൃശ്യപരത 500 മീറ്റർ താഴെയാകുന്നു. ഈ ദിവസങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഒമാനിൽ വീണ്ടും വിസ വിലക്ക് പ്രഖ്യാപിച്ച തൊഴിൽ മന്ത്രാലയം. കൊമേഴ്ഷ്യൽ മാളുകളിലെ സെയിൽസ്, അക്കൗണ്ടിംഗ്, മാനേജ്മെന്റ് തസ്തികകളിൽ വിദേശികൾക്ക് വിസ അനുവദിക്കില്ല. ഇത്തരം മേഖലകളിൽ നിയമനം സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. 2021 ജൂലൈ 20 മുതൽ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്ന് കൊമേഴ്ഷ്യൽ മോൾ ഉടമകളോട് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. നിലവിൽ ഈ തസ്തികകളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് വിസ പുതുക്കി നൽകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ തിരിച്ചെത്തുന്നവർക്ക് ക്വാറന്റൈനായുള്ള ഹോട്ടൽ റൂമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. 60 ഹോട്ടലുകളിൽ നിലവിൽ ഒഴിവുണ്ടെന്നും 85,000 പേർ ഈ മാസം മാത്രം ബുക്കിംഗ് നടത്തിയതായും ഡിസ്കവർ ഖത്തർ അറിയിച്ചിരിക്കുന്നു. ഖത്തറിൽ ക്വാറന്റൈന് വേണ്ടിയുള്ള ഹോട്ടലുകൾക്ക് ക്ഷാമം നേരിട്ടത് നേരത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. എന്നാൽ നിലവിൽ ആവശ്യത്തിന് ഹോട്ടൽ റൂമുകൾ ലഭ്യമാണെന്നും ഈ മാസം മാത്രം ബുക്കിംഗ് വലിയ വർധനവ് ഉണ്ടായതായും ഡിസ്കവർ ഖത്തർ അറിയിച്ചിരിക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി കുവൈറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാഗിക കർഫ്യൂവിൽ ഏതാനും ഇളവുകൾ അനുവദിച്ചു. നേരത്തെ വൈകുന്നേരം 5 മണി മുതൽ ആരംഭിച്ചിരുന്ന കർഫ്യൂ ഇന്നു മുതൽ വൈകുന്നേരം 6 മണി മുതൽ പുലർച്ചെ 5 മണി വരെ ആയിരിക്കുമെന്ന് സർക്കാർ വക്താവ് താരിഖ് അൽ
മുസരിം അറിയിച്ചിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് രാത്രി 8 മണി വരെ കാൽനട യാത്രയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു. ഇതിനു പുറമെ റെസ്റ്റോറന്റുകൾക്ക് കർഫ്യൂ സമയമായ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10 മണി വരെ ഭക്ഷണ സാധനങ്ങൾ ഡെലിവറി ചെയ്യാനും അനുമതിയുണ്ട്. പുതിയ ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. കൊറോണ വൈറസ് വാക്സിനേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും 70 വയസ്സിന് മുകളിലുള്ള തീർത്ഥാടകർക്ക് ഉംറ പെർമിറ്റ് നൽകില്ലെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം 18-നും 70-നും ഇടയിൽ പ്രായമുള്ള രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഉംറ പെർമിറ്റിന് അപേക്ഷിക്കാം. കൊറോണ വൈറസ് കുത്തിവയ്പ് നടത്തുന്നത് ഉംറ പെർമിറ്റ് നേടുന്നതിന് ഒരു മുൻവ്യവസ്ഥയും ഇല്ലെന്നും മന്ത്രാലയം വെളിപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.